അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബനാഫസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 10:15. വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വാഹനത്തിൽ കയറി. മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉപ്പയും അനിയനും ഞങ്ങൾ 3 പേരും യാത്ര തിരിച്ചു. ആദ്യം ഏർവാടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. ഏർവാടിയിലെ വിശേഷണങ്ങളും യാത്രയിലെ നല്ല രസകരമായ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ മണ്ണാർക്കാട് ചുരം കയറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും പ്രാർത്ഥനയും സപ്പോർട്ടും നമുക്ക് എന്നും ഉണ്ടാകണം. ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അനിയനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ബസ് സ്റ്റാൻഡിന് പിറകിലുള്ള ജുമാഅത്ത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയും ടൗണിലുള്ള മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്ത് വീണ്ടും യാത്ര ആരംഭിച്ചു. പാലക്കാട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വേറെയും മറ്റു റോഡുകളും വഴികളൊക്കെ ഉണ്ട്. ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് പൊള്ളാച്ചി, പഴനി, ഡിണ്ടിക്കൽ, മധുര അങ്ങനെ പോകുന്നതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നി. ഇപ്പോൾ പാലക്കാട് നിന്ന് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞു പൊള്ളാച്ചി റൂട്ടിലേക്ക്. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി ഗോപാലപുരം എന്ന സ്ഥലമാണ് എത്തുക. ഇപ്പോൾ ഞങ്ങൾ ബോർഡർ കടന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് കയറി. ഞങ്ങൾ പൊള്ളാച്ചി റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച. റോഡിൻ്റെ ഇരുവശങ്ങളിലും കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെയാണിത്. ദൂരെ നിന്ന് നമ്മൾ കാണും പോലെ അല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട് കാറ്റാടി യന്ത്രങ്ങൾ. ഞങ്ങൾ കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫ് കൊണ്ടുപോകുന്നത് കണ്ട് വലിയ ട്രക്കിൽ. അപ്പോഴാണ് ഈ ലീഫിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നത്. പൊള്ളാച്ചിയും കടന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച. സൺഫ്ലവർ പാടങ്ങൾ. പൊള്ളാച്ചിയും കടന്ന്
ഏകദേശം 150 കിലോമീറ്റർ താണ്ടിയപ്പോൾ പഴനി എത്തി. പഴനി മല, പഴനി മുരുകൻ്റെ കോവില് മലക്ക് മുകളിൽ ഡിണ്ടിക്കൽ ഡിസ്ട്രിക്റ്റിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ ഒരു ഭാഗത്തു കൂടെ മുരുകൻ കോവിലിലേക്ക് നടന്നു നീങ്ങുന്ന ഒരുപാട് ഭക്തരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ കാലിൽ ചെരുപ്പൊന്നുമില്ലാതെ ഒരുപാട് കിലോമീറ്ററുകളോളം നടന്ന് ഇങ്ങോട്ട് കോവിലിലേക്ക് വരികയാണ്. അത് വല്ലാത്തൊരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഡിണ്ടിക്കൽ 4 വരിപ്പാതയിലൂടെ അതിവേഗം വാഹനം 120 സ്പീഡിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് അടുത്തുള്ള കടയിൽ നിന്ന് വൈകുന്നേര ചായയും കടിയൊക്കെ തിന്ന് വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളൊരു ടോൾ ബൂത്തിലെത്തിട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഫാസ്ടാഗ് ഉണ്ടായതുകൊണ്ട് വളരെ ഈസിയായി പെട്ടെന്ന് പോകാൻ സാധിച്ചു. നേരെ മറിച്ച് ഫാസ്ടാഗ് ഇല്ലാത്ത ലൈനിൽ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അവർ ക്യാഷൊക്കെ കൊടുത്തിങ്ങനെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ 15 മിനിറ്റും 20 മിനിറ്റൊക്കെ അങ്ങനെ ലൈനിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചില ടോൾ ബൂത്തിലൊക്കെ അങ്ങനെ ഒരുപാട് സമയം അങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഫാസ്ടാഗ് ഉണ്ടായാൽ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. ഇനിയും 2-3 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതുണ്ട് ഏർവാടിയിലെത്താൻ. ഏർവാടിയിലെ ചരിത്രം വളരെ ചുരുക്കി ഇവിടെ പറയുകയാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് ഏർവാടി. കീഴക്കര താലൂക്കിലാണ് ഏർവാടി സ്ഥിതി ചെയ്യുന്നത്. ഹിജ്റ 630 റമളാൻ 3 മദീനയിലാണ് സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഹിജ്റ 681 രണ്ടാമതായി ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. കൂടെ അമീർ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കുടുംബവും ധാരാളം യുവാക്കളും ഡോക്ടർമാരും സൈന്യത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും ദാവത്ത് നടത്തുകയും അവസാനം തിരുനെൽവേലി, രാമനാഥപുരം, മധുര എന്നിവിടങ്ങളിലേക്ക് ദാവത്ത് വ്യാപിക്കുകയും ചെയ്തു. അവസാനം പാണ്ഡ്യരാജാക്കന്മാരുമായി യുദ്ധത്തിലേർപ്പെട്ടു. ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ പാണ്ഡ്യന്മാർ കൊല്ലപ്പെടുകയും മുസ്ലിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് മധുരയിൽ തിരുപാണ്ഡ്യൻ നുഴഞ്ഞു കയറുകയും ബാദുഷാ തങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. ഞങ്ങളിപ്പോൾ മധുരയിലെത്തിട്ടോ. മധുരയിൽ നിന്ന് റിംഗ് റോഡ് റൗണ്ട് അബൌട്ടിൽ തിരിഞ്ഞ് രാമനാഥപുരം റോഡ് വഴി ഏർവാടിയിലേക്ക്
പോവുകയാണ്. അങ്ങനെ അവസാനം തിരുപാണ്ഡ്യൻ ബാദുഷാ തങ്ങളെ ചതിയിൽപ്പെടുത്തുകയും കുത്തിവീഴ്ത്തുകയും ചെയ്തു. ഈ ലോകത്തോട് വിട പറഞ്ഞ് ഷഹീദായി. ഏർവാടി ശുഹദാക്കൾ 6666 ഏക്കറയിലായി ഏർവാടിയിലും പരിസര പ്രദേശങ്ങളിലും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഏർവാടിയിലെ ചരിത്രം വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 465 കിലോമീറ്ററുകൾ താണ്ടി രാത്രി 8 മണിക്ക് ഞങ്ങൾ ഏർവാടി ദർഗയുടെ പരിസരത്തെത്തി. 10 മണിക്കൂറത്തെ യാത്ര. മെയിൻ ദർഗ സിയാറത്തൊക്കെ കഴിഞ്ഞ് രാത്രി ഏർവാടിയിലെ നമ്മുടെ സ്ഥാപനം മർക്കസു സുൽത്താനിയയിൽ പോയി. അവിടെ കുട്ടികളുമായി സംവദിച്ചു. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. നല്ലൊരു റാഹത്തുള്ള സ്ഥാപനത്തിൻ്റെ കാഴ്ചകൾ. ഏർവാടി ബഷീർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഉപ്പയുടെ ശിഷ്യനായ ഷാഫി മുസ്ലിയാർ ഈ സ്ഥാപനത്തിലാണ് സേവനം ചെയ്യുന്നത്. അദ്ദേഹം ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. കാട്ട്പള്ളിയിൽ നിന്നും സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുന്ന ആ വഴിയാണ് കാണുന്നത്. ഇത് മെയിൻ ദർഗയിലേക്ക് പോകുന്ന വഴിയും അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏർവാടിയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ശുഹദാക്കളുടെ അരികിലും മെയിൻ ദർഗയിലും കാട്ട്പള്ളിയിലും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ അരികിലൊക്കെ ഇന്ന് സുബ്ഹി നിസ്കാര ശേഷം സിയാറത്ത് നടത്തുകയും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അടുത്ത സിയാറത്ത് കേന്ദ്രമായ കീളക്കരയിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത്. ഏർവാടിയിലെ മെയിൻ ദർഗയിലെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ഇരു വീട്ടിലും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇനി കീളക്കരയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.